എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് വരുന്ന ഭൂതത്തെ പോലെയാണ് ആകർഷണ നിയമം എന്നാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്, സൃഷ്ടിപ്രക്രിയ. ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണ് രഹസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൃഷ്ടിപ്രക്രിയ. 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു മാർഗരേഖയാണിത്. ഘട്ടം 1, ആവശ്യപ്പെടുക. ലിസ നിക്കോൾസ് പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ബോബ് പ്രോക്ടറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാവാം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങൾ ആയിരിക്കും പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങൾ ആയിരിക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയും ഇല്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിപ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏതു വഴി തിരഞ്ഞെടുക്കണം എന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്, ചോദിക്കുക. ഡോക്ടർ ജോ വിറ്റാലെ ഇങ്ങനെ പറയുന്നു: ഇത് ശരിക്കും രസകരമാണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു കാറ്റലോഗ് പോലെയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ വായിക്കുന്നതായിരിക്കും. താങ്ക് യു.